All of you welcome back our mathematics class. എല്ലാവർക്കും നമ്മുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. So now we are going to discuss our fifth chapter. The name of the chapter circles. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് സർക്കിൾ എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് 10th-ലും ഇതിൻ്റെ ബാലൻസ് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് എടുക്കാനുണ്ട്, പറയാനുണ്ട്. സോ ഹാൻഡിൽ വിത്ത് കെയർ ദിസ് ചാപ്റ്റർ കേട്ടോ, നന്നായി ശ്രദ്ധിക്കണം. ഇപ്പോൾ സർക്കിൾ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് സർക്കിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. സർക്കിളിൽ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, ഫസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് പറയാം. ഓക്കെ, സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത് അല്ലേ. ഈ സർക്കിളിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നമ്മൾ എങ്ങനെ നോക്കും? സർക്കിളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ച് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സർക്കിളിന് റേഡിയസ് ഉണ്ടാവുന്നു അല്ലേ, ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ സർക്കിളിലെ സെൻറ്റർ. ആ സെൻറ്ററിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് റേഡിയസ് അല്ലേ. എന്താ പറയുക? റേഡിയസ് എന്ന് പറയും അല്ലേ. ദെൻ പിന്നെന്താ പഠിച്ചത്? അത് കംപ്ലീറ്റ് ആയിട്ട് നീട്ടി വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയും? ഡയാമീറ്റർ എന്ന് പറയും അല്ലേ. സോ ദ ലെങ്ത് ഈസ് കോൾഡ് ഡയാമീറ്റർ. സോ വി കൻ കോൾ ദ ഡബിൾ ഓഫ് ദ റേഡിയസ് എന്ന് പറയാം. റേഡിയസിൻ്റെ ഡബിളിനെ നമുക്ക് എന്ത് പറയാം? ഡയാമീറ്റർ എന്ന് പറയാം. റേഡിയസിൻ്റെ ഡബിളിനെ നമുക്ക് ഡയാമീറ്റർ എന്ന് പറയാം. അപ്പോൾ എത്ര ഡയാമീറ്റർ വരയ്ക്കാൻ പറ്റും? ഇതൊക്കെ ഇതിൻ്റെ എന്താണ്? ഡയാമീറ്റർ അല്ലേ. സെൻറ്ററിൽ കൂടെ പാസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരുപാട് ഡയാമീറ്റേഴ്സ് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഒരു സർക്കിളിൽ ഒരുപാട് ഡയാമീറ്റേഴ്സും അതുപോലെ ഒരുപാട് റേഡിയസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ കഴിയും. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് കോഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. എന്താണ്? ഓക്കെ, സോ നമുക്ക് എന്താണ് കോഡ് എന്നൊന്ന് പരിചയപ്പെടാം. ഒരു സർക്കിളിലുള്ള സെൻറ്ററിലൂടെ അല്ലാത്ത ലൈനിനെ നമ്മൾ എന്ത് പറയുന്നു? കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ നമ്മൾ എന്താ പറയുക? കോഡ് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ സർക്കിൾ നെട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ കോഡ്, CHORD, കോഡ്, CHORD, കോഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അല്ലേ. അപ്പോൾ കോഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു കോഡ് വരച്ചിട്ടുണ്ട്, അതുപോലെ വേറൊരു കോഡ് വരച്ചു, അതുപോലെ മറ്റൊരു കോഡ് ഇതാ ഇങ്ങനെ വരച്ചു, വേറൊരു കോഡ് ഇങ്ങനെ വരച്ചു, വേറൊരു കോഡ് ഇങ്ങനെ വരച്ചു. ഇതെല്ലാം തന്നെ എന്താണ്? കോഡാണ്. അപ്പോൾ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, നേരത്തെ വരച്ച സെൻറ്റർ കൂടെ, ഇതിനൊരു സെൻറ്റർ ഉണ്ടെങ്കിൽ അതിലൂടെ വരക്കുന്ന വരയും എന്ത് തന്നെയല്ലേ? കോഡ് തന്നെയല്ലേ. അതിലൂടെ വരക്കുന്ന ലൈനും എന്ത് തന്നെയാണ്? കോഡ് തന്നെയാണ്. പക്ഷെ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു പേരുണ്ട്, അതാണ് എന്ത്? ഡയാമീറ്റർ എന്ന്. എ ലൈൻ ജോയിനിങ് 2 points ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിലുള്ള, അതായത് ഒരു സർക്കിളിലുള്ള ലൈൻ ജോയിനിങ് 2 points, 2 points ജോയിൻ ചെയ്യുന്ന ലൈനിനെ എന്ത് പറയുന്നു? ഇസ് കോൾഡ് കോഡ്. ഇസ് കോൾഡ് എ കോഡ് എന്ന് പറയുന്നു. കിട്ടിയോ? എ ലൈൻസ്, ഇത് അവിടെ എഴുതി വെക്കട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞു. എ ലൈൻ ജോയിനിങ് 2 points ഓൺ എ സർക്കിൾ ഈസ് കോൾഡ് എ കോഡ്. സർക്കിൾ ഈസ് കോൾഡ് എ കോഡ് എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് വൃത്തിയായിട്ട് ഇവിടെ എഴുതി വെക്കുക. ആ ഒരു സെൻറ്റൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈസെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. എങ്ങനെയുള്ള? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ വാട്ട് ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? 8th class 8th നമ്മൾ പഠിക്കുന്നതാണല്ലേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇപ്പോൾ ഞാനൊരു കോഡ് വരച്ചു, ഇതിനെന്താ പറയുക? കോഡ്. ഈ കോഡിനെ ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോകും. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? എന്താ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ? ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞതാ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ വരക്കുന്നതിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയാം. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോൾ ടോട്ടൽ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഇത് ടോട്ടൽ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആയിട്ട് കറക്റ്റ് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, വാട്ട് ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? 90 ഡിഗ്രി ആയിട്ട് സെൻറ്ററിൽ കൂടെ പോകുന്നതിന് നമ്മൾ എന്ത് പറയുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം. ഇതെങ്ങനെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക? ഓക്കെ, ശ്രദ്ധിച്ചോളി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരക്കാന്ന്. ഇപ്പോൾ ഞാൻ ഈ ഒരു കോഡിലെ ഈ ഒരു ലൈനിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇത് ഇവിടെ വെച്ചിട്ട്, കോമ്പസ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരക്കുക. ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരക്കുക. അതുപോലെ തന്നെ ഇവിടെയും ആർക്ക് വരക്കുക. കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആർക്ക് വരക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെയും ഇതേപോലെ ആർക്ക് വരച്ചിട്ട് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കോഡിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോഡിനെ എന്ത് ചെയ്തു, ബൈസെക്ടർ വരച്ചു അല്ലേ. എങ്ങനെയുള്ള ബൈസെക്ടർ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. നമ്മൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അത് നീട്ടി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേകത കാണാൻ പറ്റും. ഈ സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ ഇക്കാരം ആര് പോയിട്ടുണ്ടാവുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ പോയിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ പോവുക? ഇറ്റ് പാസിങ് ത്രൂ ദ center. A perpendicular bisector to a chord is passing through the center of the circle. It passing through the center of the circle. ഒരു സർക്കിളിൻ്റെ ഒരു കോഡ് വരച്ചു. ആ കോഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് ഏതിലൂടെ പാസ് ചെയ്യുന്നു? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നു. രണ്ടാമത്തെ സെക്ഷനാണ് അതിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ആദ്യം കോഡ് പഠിച്ചു, ദെൻ കോഡിൻ്റെ പ്രത്യേകത പറയാണ്. ഒരു കോഡ്, സർക്കിളിൽ ഒരു കോഡ് വരച്ചു. ആ കോഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ എങ്ങനെ വരക്കുക? കോമ്പസ് എടുക്കുക, ഇങ്ങനെ പകുതി കൂടുതൽ മോർ ദാൻ ഹാഫ് എടുക്കുക അല്ലേ. എന്നിട്ട് ഇവിടെയും ആർക്ക് വരക്കുക. അവിടെ വെച്ചിട്ടും ഇങ്ങനെ ആർക്ക് വരച്ചിട്ട് അത് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈനിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നു. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നീട്ടി വരച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് എന്ത് കാണാൻ പറ്റും? ആ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഏത് കോഡാണെങ്കിലും when we draw a perpendicular bisector to the chord, it perpendicular bisector to the chord, then it is passing through that line is passing through the center of the circle. അത് എന്തിലൂടെ പാസ് ചെയ്യുന്നു? സെൻറ്റർ ഓഫ് ദ സർക്കിൾ, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. സോ ഹെഡിങ് ബൈസെക്ടർ ഓഫ് ദ കോഡ് എന്ന ഹെഡിങ് എഴുതിയിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ വരച്ചു വെക്കുക. അതിനുശേഷം ഇതെഴുതാം the perpendicular bisector to the perpendicular bisector of the line joining any two points, that means that is chord. The perpendicular bisector of the chord, the perpendicular bisector of the chord അങ്ങനെ എഴുതിയാൽ മതി. The perpendicular bisector of the chord on a circle passes through the center of the circle. അത് എന്തിലൂടെ പാസ് ചെയ്യുന്നു? സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നു. നോക്കുക, ചിത്രം നോക്കൂ നിങ്ങളിവിടെ. രണ്ട് കോഡ് വരച്ചിട്ടുണ്ട്, ഒന്ന് ഇവിടെയും വരച്ചിട്ടുണ്ട്, ഒന്ന് ഇവിടെയും വരച്ചിട്ടുണ്ട്. ഈ കോഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, ഈ കോഡിനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരും. രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറും എന്തിലൂടെ പാസ് ചെയ്തു? സെൻറ്ററിലൂടെ പാസ് ചെയ്തു. രണ്ടെണ്ണം മാത്രമല്ല, ഏത് നിങ്ങൾ വരച്ചാലും അത് എന്ത് ചെയ്യുന്നു? പാസിങ് ത്രൂ ദ സെൻറ്ററിലൂടെ പാസിങ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് എഴുതണം കേട്ടോ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 centimeter and draw 2 chords. Draw the perpendicular bisectors. Perpendicular bisectors വരക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു സർക്കിൾ വരക്കും അല്ലേ. എത്രയാ? 3 centimeter റേഡിയസിൽ ഒരു സർക്കിൾ വരക്കും. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ട് കോഡ്. അപ്പോൾ പലർക്കും പല രീതിയിലേക്കാരും വരക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ രണ്ട് കോഡ് വരക്കുക. ആ രണ്ട് കോഡിനും എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. എങ്ങനെ? ഇതിവിടെ വെച്ചിട്ട് മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഇങ്ങനെ ആർക്ക് വരക്കും. അവിടെ വെച്ചിട്ട് മോർ ദാൻ ഹാഫ് എടുത്ത് വരക്കും, ഇത് വരക്കും. ഓക്കെ. അതുപോലെ ഇതിനും ഇവിടെ വെക്കും, മോർ ദാൻ ഹാഫ് കോമ്പസിലെടുത്തും ആർക്ക് വരക്കും, ഇവിടെയും വരക്കും. ഇവിടെ വെച്ചിട്ടും ഇങ്ങനെ വരക്കും. ദെൻ അത് നീട്ടി വരക്കുക. അപ്പോൾ രണ്ടും എന്ത് ചെയ്യും? കറക്റ്റ് സെൻറ്ററിലൂടെ പാസ് ചെയ്യും. രണ്ടും സെൻറ്ററിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇതിലെ സെൻറ്റർ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവില്ലേ, അതിനാണ് എന്ത് പറയാ? സെൻറ്റർ എന്ന് പറയാം. കിട്ടിയാ? ഓക്കെ. സോ ഈ ഒരു ഭാഗം നിങ്ങളത് വൃത്തിയായിട്ട് വരച്ചെടുക്കുക. ഓക്കെ. ഇനി ഇതിൽ നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം വളരെ നന്നായി ശ്രദ്ധിച്ചാലേ ഇതിന് മനസ്സിലാവുള്ളൂ. ഓക്കെ. കാരണം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, കഴിഞ്ഞ വർഷങ്ങളിലെ 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലംസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ശ്രദ്ധിച്ച പ്രോബ്ലം ഞാൻ വായിച്ചാൽ റീഡ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് 2 ഇൻ്റർസെക്റ്റിംഗ് സർക്കിൾ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് ദ ഇൻ്റർസെക്ഷൻ. ഇത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഓരോന്ന് പാർട്ടായിട്ട് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്യണം. എന്ത്? ദ ലൈൻ ജോയിൻ ദ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഈ ജോയിൻ ചെയ്യുന്ന ലൈന് എന്ത്? ഓഫ് 2 ഇൻ്റർസെക്റ്റിംഗ് സർക്കിൾ,
രണ്ട് ഇല്ലേ ഇന്റർസെക്റ്റിംഗ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ഈ കൂട്ടിമുട്ടുന്ന ഈ രണ്ട് സർക്കിൾ ഉണ്ടല്ലോ ഈ സർക്കിളിന്റെ സെന്റേഴ്സ് ജോയിൻ ചെയ്യുന്ന ഈ ലൈന് ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അല്ലേ 90 ഡിഗ്രി ഉള്ള ബൈസെക്ടർ ആണ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ആ കൂട്ടിമുട്ടിയ പോയിന്റ്സ് ഉണ്ടാവില്ലേ അത് ജോയിൻ ചെയ്യുന്ന ഈ ലൈനില്ലേ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ വരച്ച ലൈൻ എന്ന് പ്രൂവ് ചെയ്യണം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇത് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഇതിപ്പോൾ എ ബി ഇത് സി ആണെങ്കിൽ എ സിയും ബി സിയും എന്താണെന്ന് പറയണം ഈക്വൽ ആണെന്ന് പറയണം. എ സിയും ബി സിയും എന്താണെന്ന് പറയണം ഈക്വൽ ആണെന്ന് പറയണം. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെ പ്രൂവ് ചെയ്യണം ബൈസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ സെൻറ്ററിൽ കൂടെ പോകുന്നുണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ് എന്നും കൂടി പറയണം. ഓക്കെ ആണല്ലോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ശരിക്കും ശ്രദ്ധിക്കണേ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകളെന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ചിത്രം വരച്ചിട്ടുണ്ട് ഇതാ ഒരു വലിയ സർക്കിൾ ഒരു ചെറിയ സർക്കിള് സർക്കിളുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ എയും അതുപോലെ ബിയും ഉണ്ട് അല്ലേ. ദെൻ ഇതിൻ്റെ സെൻറ്റേഴ്സ് സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്ത പോയിൻറ്റ്സ് വരച്ചിട്ടുണ്ട് അല്ലേ. അത് പിയും ക്യൂ ആണ് അതൊരു ലൈൻ ഉണ്ട്. ഇനി ആ ലൈന് ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇപ്പോൾ ഞാനിവിടെ പി എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ യു വാണ്ട് ടു പ്രൂവ് ദാറ്റ് ഫസ്റ്റ് എ പി ഈക്വൽ ടു പി ബി അല്ലേ. അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ശരിക്കും ശ്രദ്ധിക്കണേ അത് രണ്ടും എന്താണെന്ന് പറയണം ഈക്വൽ ആണെന്ന്. അതായത് ഇതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അത് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റ് നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുക ഇത് അതുപോലെ തന്നെ ഇതും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടും. ഒന്ന് എ പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ എ പി ക്യു. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ പോവാണ്. കൺസിഡർ ട്രയാങ്കിൾ പി എ ക്യു ആൻഡ് അടിയത്തത് ഏത് പി ബി ക്യു. ഓക്കെ അത് രണ്ടും നമ്മൾ എടുത്തിട്ടോ. കൺസിഡർ ദ ട്രയാങ്കിൾ പി എ ക്യു ആൻഡ് പി ബി ക്യു ഈ രണ്ടെണ്ണം ഇതും. ഓക്കെ അതിലേതൊക്കെയാണ് ഈക്വൽ എ പി എന്ന് പറയുന്നത് അല്ലേ. എ പി എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ എ പി ഇതും ഈക്വൽ അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് എ പി ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് പി ബി. അത് രണ്ടും എന്താണ് ഈക്വൽ ആണ് കാരണം എന്താ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ എ പി ഈക്വൽ ടു പി ബി റേഡിയസ് ഓഫ് ബിഗ് സർക്കിൾസ് അല്ലേ വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഇനി ഈ സൈഡോ ഇത് എ ക്യു എന്ന് പറയുന്നത് ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ബി ക്യു എന്ന് പറയുന്നതും ചെറിയ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. എ ക്യു ഈക്വൽ ടു ബി ക്യു റേഡിയസ് ആണ്. ഓക്കെ ഇപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയല്ലോ. ഇനി ഈ പി ക്യു എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ ആണ് എടുക്കുന്നത് അതിൽ പി ക്യു എന്ന് പറയുന്നത് പി ക്യു ഈക്വൽ ആണ്. കോമൺ സൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പി ക്യു ഈക്വൽ ടു പി ക്യു കോമൺ സൈഡ്. Therefore ഇപ്പോൾ 3 സൈഡ് ഈക്വൽ ആയില്ലേ. എസ് പഠിച്ചിട്ടുണ്ടോ എസ് തിയറം എന്ന് പഠിച്ചോ. ഓക്കെ Therefore ട്രയാങ്കിൾ പി എ ക്യു ഈക്വൽ ടു ട്രയാങ്കിൾ പി ബി ക്യു. ഓക്കെ ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ എന്തായിട്ട് മാറി ഈക്വൽ ആയിട്ട് മാറി. ഇങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ. ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതിവിടെ നോക്കൂ. ഈക്വൽ സൈഡ് എന്ന് പറയുമ്പോൾ ഈ എ ക്യൂവും അതുപോലെ തന്നെ ബി ക്യൂവും ഈക്വൽ അല്ലേ. ഇത് രണ്ടും ഈക്വൽ അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഏതാണ് ഒന്ന് ഇത് അല്ലേ മറ്റൊന്ന് ഇത് അല്ലേ ശരിയല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതല്ലേ. അപ്പോൾ നമുക്ക് ആ രണ്ട് ആംഗിളിൻ്റെ പേര് എഴുതാം എങ്ങനെ. Therefore ആംഗിൾ എ പി ക്യു ഈക്വൽ ടു ആംഗിൾ ബി പി ക്യു. ഇപ്പം ഇത്രയേ ആയിട്ടുള്ളൂ അല്ലേ. ആ രണ്ട് ആംഗിളും എന്താണ് ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി.
ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ചെറുത്. ഈ ട്രയാങ്കിൾ ഏതൊക്കെയാണ്? ആ ട്രയാങ്കിൾ ഒന്ന് പി, ഇവിടെ നമ്മൾ പി എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ വേറെ ഏതെങ്കിലും നമ്പർ നമ്മൾ കൊടുക്കാം, 6 എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, ഇപ്പോൾ ഏതാണ്? പി ആർ എ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എ പി ആർ എന്ന് പറയുന്ന. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന ശ്രദ്ധിക്കണം കേട്ടോ. കൺസിഡർ ട്രയാങ്കിൾ പി എ ആർ ആൻഡ് ഇത് പി ആർ ബി. ഇത് കൊടുക്കട്ടോ, ഈ രണ്ടെണ്ണം എടുക്കുക, ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ചെയ്താൽ മതി. പി ബി ആർ ശരിക്കും ശ്രദ്ധിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. പി ബി ആർ അല്ലെങ്കിൽ ഒരു പുക വയ്ക്കാറ് ഇങ്ങനെ പി ബി ആർ, ആഹാ, പി എ ആർ, ആഹാ, അങ്ങനെ ആയിരിക്കും കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചു പോകും. ആദ്യം നമ്മൾ എടുത്തത് ഈ വലിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും എടുത്തു. അത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്താണ്? ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, അത് വെച്ചു. അതിനുശേഷം വി ജസ്റ്റ് ടേക്ക് ദീസ് 2 ട്രയാങ്കിൾസ്, ഇതും നമ്മൾ എടുക്കുന്നു അല്ലേ. ഇപ്പോൾ 2 ട്രയാങ്കിൾ എടുത്തപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൂടെ അല്ലേ? ഏതൊക്കെയാണ് പറയാ? ഈ 2 ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ. ഇതും ഈക്വൽ ആണ്. അത് നമ്മൾ ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതാണ്? പി എ എന്ന് പറയുന്നതും ഇതും ഈക്വൽ ആണ് അല്ലേ. ഈ 2 ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ 2 സൈഡ്. ഇപ്പോൾ നമ്മളെന്താ എഴുതിയത്? പി എ ഈക്വൽ ടു പി ബി എന്ന് എഴുതി അല്ലേ. ഈ 2 ട്രയാങ്കിൾ കിട്ടുമ്പോൾ 1ഉം 2ഉം, ഈ 2 ട്രയാങ്കിൾ എടുക്കുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് പി എ ഈക്വൽ ടു പി ബി. അത് റേഡിയസ് ആണ് അല്ലേ. ഇനി അടുത്തതോ? പി ആർ ഈക്വൽ ടു പി ആർ. കോമൺ ആയിട്ടുള്ളത്, രണ്ടിനും കോമൺ ആയിട്ടുള്ളത് പറഞ്ഞൂടെ അതേപോലെ അല്ലേ. അപ്പോൾ പി ആർ ഈക്വൽ ടു പി ആർ കോമൺ, ശരിയല്ലേ? ഇനിയോ ഈ 2 ആംഗിൾ ഈക്വൽ ആണ് നമ്മൾ ഓൾറെഡി എഴുതിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ഈക്വൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ 2 ഈക്വൽ അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇതല്ലേ, അതായത് എ ആർ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ആർ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയെന്ന് കിട്ടി അല്ലേ. ഫോർ എ ആർ ഈക്വൽ ടു ആർ ബി. ഓക്കെ, എ ആറും ആർ ബി ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ കഷ്ണവും ഈ കഷ്ണവും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ എന്താ? ഈ പി ക്യു ബൈസെക്റ്റ് എ ബി. therefore പി ക്യു ബൈസെക്റ്റ് എ ബി. പി ക്യു എന്ത് ചെയ്യുന്നു? എ ബിയെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനിയോ ഈ 2 ആംഗിൾ ഈക്വൽ അല്ലേ. ഈ 2 ആംഗിൾ ഈക്വൽ അല്ലേ, കറക്റ്റ് അല്ലേ? ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 180 ഡിഗ്രി അല്ലേ. ഈ 2 ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 180 ഡിഗ്രിയാണ്. കാരണം എന്താ? ലീനിയർ പെയർ ആണ് അല്ലേ. അപ്പോൾ ഒരു ആംഗിൾ എന്താവും? 90 ഡിഗ്രി ആവും. കറക്റ്റ് അല്ലേ? ആംഗിൾ എ ആർ പി പ്ലസ് ആംഗിൾ ബി ആർ പി equal to 180 degree. therefore angle ARP equal to 90 degree. ഒരെണ്ണം എന്തായിട്ട് മാറി? 90 degree. so that is perpendicular bisector. ക്ലിയർ ആയോ? ഇപ്പോൾ ഇത്രയാണ് നിങ്ങൾ എഴുതാനുള്ളത്. നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെ എഴുതാൻ, മനസ്സിലാക്കിയിട്ട് കേട്ടോ. ക്ലാസ് 2-3 പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പറയുന്ന ഒരു സർക്കിൾ ഉണ്ട്, അതുപോലെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സർക്കിൾ ഉണ്ട് അല്ലേ. ഓക്കെ, ദെൻ അതിലൊരു ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ദ പിക്ചർ ഓൺ ദ റൈറ്റ് ഷോസ് 2 സർക്കിൾസ് സെൻറ്റേർഡ് ഓൺ ദ സെയിം പോയിന്റ്. ഈ 2 സർക്കിളിൻ്റെയും സെൻറ്റർ സെയിം ആണ്. ആൻഡ് എ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് ദം, ഒരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് പാർട്സ് ഓഫ് ദ ലൈൻ ബിറ്റ്വീൻ ദ സർക്കിൾസ്. ബിറ്റ്വീൻ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഇടയിലുള്ള ഈ 2 ലൈൻ ഉണ്ടല്ലോ. ഓക്കെ,
ഓൺ ഐദർ സൈഡ്, രണ്ട് സൈഡിലുള്ള ആർ ഈക്വൽ, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഇവിടെ എ ബി സി ഡി എന്ന് പേര് കൊടുത്താൽ യു വാണ്ട് ടു പ്രൂവ് ദാറ്റ് എ സി ഈക്വൽ ടു ഡി ബി, എ സിയും ഡി ബിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ പഠിച്ചൊരു സംഭവം ഉണ്ടല്ലോ അല്ലേ, സർക്കിൾ രണ്ടിൻ്റെയും സെൻറ്റർ ഒന്നല്ലേ. അപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ 90 ഡിഗ്രി വരച്ചു, ഒരു വര വരച്ചു, അതിന് ഞാൻ പി എന്ന് പേര് കൊടുത്തു. നമുക്കറിയാം സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് വരക്കുന്ന ഫസ്റ്റത്തെ കോഡ് സി ഡി എന്ന് പറയുന്ന കോഡ് അല്ലേ, ആ കോഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ഇറ്റ് ബൈസെക്ട് ദ കോഡ്, ബൈസെക്ട് ചെയ്യുന്നു, കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു അല്ലേ. ഒ പി ഈസ് ദ പെർപെൻഡിക്കുലർ line, therefore സി പി ഈക്വൽ ടു പി ഡി. സി പിയും പി ഡിയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. സി പിയും പി ഡിയും ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഫ്രം ദ സ്മോൾ സർക്കിൾ അല്ലേ, ഫ്രം ദ സ്മോൾ സർക്കിൾ. ഓക്കെ, ഇനി ഫ്രം ദ ബിഗ് സർക്കിൾ വലിയ സർക്കിൾ എടുത്താൽ, വലിയ സർക്കിൾ എടുക്കുമ്പോൾ ഏതാണ് കോഡ്, എ ബി ആണ് കോഡ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുന്ന ലൈന് ആരെ ബൈസെക്ട് ചെയ്യുന്നു, എ ബിയെ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതാം, എ പി ഈക്വൽ ടു പി ബി എന്ന് എഴുതും. എ പി ഈക്വൽ ടു പി ബി അല്ലേ, എ പി ഈക്വൽ ടു പി ബി എന്ന് എഴുതും. എ പിയും പി ബിയും ഈക്വലാണ്. അപ്പോൾ ഞാൻ എ പിയുടെ സ്ഥാനത്ത് 8 എന്ന് എഴുതി വിചാരിച്ചു. 8 ടോട്ടൽ 8 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്തായിരിക്കും വരിക, 8 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ പോർഷൻ എന്താ വരിക, ടോട്ടൽ ഇതുവരെ 8 അല്ലേ, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ എത്ര വരിക, അത് 3. ഇതും എന്തേക്കാരം വരിക 3. അപ്പോൾ രണ്ടും ഈക്വൽ അല്ലേ. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ, രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ഇവിടെ എന്താ കിട്ടിയത്, പി സിയും പി ഡിയും ഈക്വൽ ആണ്, അതുപോലെ പി എയും പി ബിയും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഇത് രണ്ടുമല്ല കണ്ടുപിടിക്കേണ്ടത്, എ സി. എ സി എന്ന് പറഞ്ഞാൽ എന്താണ്, പി എയിൽ നിന്ന് പി സി മൈനസ് ചെയ്ത് അല്ലേ. എ സി എന്ന് പറഞ്ഞാൽ പി എയിൽ നിന്ന് പി സി മൈനസ് ചെയ്തത്, പി സി. ദെൻ വാട്ട് ഈസ് ബി ഡി എന്ന് പറഞ്ഞാൽ, ബി ഡി പി ഡിയിൽ നിന്ന് പി ബിയിൽ നിന്ന് പി ഡി മൈനസ് ചെയ്തത് അല്ലേ, പി ബിയിൽ നിന്ന് പി ഡി മൈനസ് ചെയ്താണ്. ഈ പി എയും പി ബിയും തമ്മിൽ എന്താ, രണ്ടും ഈക്വൽ ആണ്. പി സിയും ബി ഡിയോ അതും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ദെർഫോർ എ സിയും ബി ഡിയോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ദെർഫോർ എ സി ഈക്വൽ ടു ബി ഡി. എന്താ പറയാൻ കാരണം എന്താ, ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ എഴുതിയെടുക്കുക. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, സർക്കിളാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ബൈസെക്ട് ദ കോഡ്. കോഡിനെ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ആക്കുക. ഈക്വൽ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ലൈൻ ആണെങ്കിൽ അതിനെ 5 5 ആക്കുക എന്നുള്ള ആ ഒരു മീനിങ്. ക്ലിയർ ആണല്ലോ. ബാക്കി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾക്ക്. ദ ഫിഗർ ഷോസ് 2 കോഡ്സ് ഡ്രോൺ ഓൺ ദ ഐദർ സൈഡ്സ് ഓഫ് എ ഡയാമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ കോഡ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ഇതിന് ആൻസർ വളരെ സിമ്പിളാണ്. അതായത് ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഡയാമീറ്റർ ഉണ്ട്. ഇത് ഡയാമീറ്റർ ആണ് അല്ലേ, എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം അങ്ങനെ പോകുന്ന ഒരു ഡയാമീറ്റർ ഉണ്ട്. ഈ ഡയാമീറ്ററിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് 2 കോഡ് വരച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു കോഡ് ഇങ്ങനെ, ഒരു കോഡ് ഇങ്ങനെ. ആ 2 കോഡിൻ്റെ പ്രത്യേകത എന്താണ്, ആ 2 കോഡ് എന്താണ്, ഒരേ ആംഗിളിലാണ് അല്ലേ. ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ അടുത്ത ആംഗിൾ എന്ത് തന്നെയാണ്, 30 ഡിഗ്രി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, 2 ആംഗിളും 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ 2 കോഡിൻ്റെ ലെങ്ത്തും എന്ത് തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് സെയിം ആണെങ്കിൽ മാത്രം കേട്ടോ. ആംഗിൾസ് സെയിം ആണെങ്കിൽ 2 കോഡിൻ്റെ ലെങ്ത്തും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. ഒരു സർക്കിൾ വരക്കുക, ആ സർക്കിൾ വരച്ചിട്ട് ഒരു ഡയാമീറ്റർ വരക്കുക. എന്നിട്ട് പൊട്ടാക്ട് കോഡ് വെച്ചിട്ട് നിങ്ങൾ 20 എടുത്തിട്ടൊരു കോഡ് വരക്കുക. അതുപോലെ ഇങ്ങോട്ട് 20 എടുത്തിട്ട് കോഡ് വരച്ചു എന്ന് വിചാരിക്കുക.
ഓക്കെ. അപ്പോൾ ആ 2 കോഡ് നിങ്ങൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എന്തായിരിക്കും, ഒരേ മെഷറായിരിക്കും. അതുപോലെ 30 എടുത്ത് വരച്ച് കഴിഞ്ഞാലും ഒരേ മെഷറായിരിക്കും. 40 എടുത്ത് വരച്ച് കഴിഞ്ഞാലും ഒരേ മെഷറായിരിക്കും അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, ABCD അല്ലേ? നിങ്ങളോട് പറഞ്ഞത് ഇത് 3 ആണെങ്കിൽ ഇത് എത്രയാണ്, ആൻസർ എത്രയാണ് വരിക, 3 ആണ് വരിക. എന്തുകൊണ്ട് 3 ആയി? ഈ 2 എണ്ണം എന്തായാലും ഈക്വൽ ആണല്ലേ? നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതാം, ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ DBC എത്രയാണ്, 30 ഡിഗ്രി. ഓക്കെ, 2 ആംഗിൾ എന്താണ്, 30 ഡിഗ്രി. Therefore BD ഈക്വൽ ടു എന്തായിരിക്കും, AB ആയിരിക്കും. BD ഈക്വൽ ടു AB ആയിരിക്കും അല്ലേ? ഇതിൽ BD എത്രയാണ്, 3 ആണ്. Therefore AB അല്ലേ, AB എന്ന് പറയുന്നത് എത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആണ്. AB ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. പിന്നെ അതേപോലത്തെ ഇവിടെ 5th വൺ അത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5th വൺ നിങ്ങൾ നോക്കൂ. ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ എഴുതാം അല്ലേ? 2 ചോദ്യങ്ങൾ കുറച്ച് ടഫായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് വളരെ വേഗത്തിൽ തന്നെ ചെയ്യാം. ഇവിടെ എന്താ, ദ ഫിഗർ 5th വൺ, ദ ഫിഗർ ഷോസ് 2 കോഡ്സ് ഡ്രോൺ ഓൺ ഐദർ സൈഡ്സ് ഓഫ് എ ഡയമീറ്റർ. ഒരു ഡയാമീറ്ററിൻ്റെ 2 സൈഡിലും എന്ത് വരച്ചിട്ടുണ്ട്, 2 കോഡ് വരച്ചിട്ടുണ്ട്. ആ കോഡിൻ്റെ ലെങ്ത് എന്താണ്, 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓഫ് അതർ കോഡ്സ് മേക്ക് വിത്ത് ദ ഡയമീറ്റർ. ഇവിടെ ഒരു ആംഗിൾ എത്ര തന്നിട്ടുണ്ട് നോക്കൂ, 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ഒരു ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിളും എന്ത് തന്നെയായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്, കാരണം എന്താണ്, ആ 2 കോഡിൻ്റെ ലെങ്ത്തും എന്താണ്, സെയിം ആണ് അല്ലേ? സോ ഇവിടെ നമുക്ക് ഈ ചോദ്യം എഴുതണം കേട്ടോ. ഇതിൽ നിന്ന് ചോദ്യം എഴുതി കഴിഞ്ഞാൽ AB ഈക്വൽ ടു എന്താണ്, AD ആണ് അല്ലേ? 2 എത്ര സെൻറ്റിമീറ്റർ ആണ്, 3 സെൻറ്റിമീറ്റർ ആണ്. Therefore ഈ 2 ആംഗിൾസും സെയിം ആയിരിക്കും. ആംഗിൾസിൻ്റെ നെയിം എന്താ എഴുതുക, DAC എന്ന് എഴുതുക. ആംഗിൾ DAC ഈക്വൽ ടു ആംഗിൾ BAC എത്ര ഡിഗ്രി ആയിരിക്കും വരിക, ദാറ്റ് ഈസ് 40 ഡിഗ്രി. 2 ആംഗിൾ എന്തായിരിക്കും വരിക, 40 ഡിഗ്രിയാണ് വരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ.